ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്വിൻസ് വ്ലോഗ് ബൈ അഭി ആൻഡ് ഗ്രീഷ്മ. കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഉണ്ടായില്ല. ചെറിയ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ബസ്സിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കൂലിയുണ്ട്, കൂലിയുടെ റിവ്യൂ ഇടാൻ പറ്റിയില്ല ബ്ലഡ് റെസ്റ്റിലായതുകൊണ്ട്. അപ്പൊ കൂലി എന്നുള്ളതൊരു ഒരു ആവറേജ് പടമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഫിലിമായിട്ടാണ് എല്ലാവരും കൂലിനെ പറയണത്. കറക്റ്റ് ആണ്. ലോകേഷിന്റെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോ കൂലി ഒരു മോശം പടം, മോശം എന്നല്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം ആണ് കൂലി. ബട്ട് അത് വെച്ചിട്ട് ലോകേഷ് ഓവർ റേറ്റഡ് ആണ്, അല്ലെങ്കിൽ ലോകേഷ് കഴിവില്ല, നെൽസനെ കണ്ടുപടി എന്നൊക്കെ പറയണത് വളരെ മോശം. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ലോകേഷിന്റെ പഴയ പടങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ആ പടങ്ങളൊന്നും മറന്നുപോയപ്പോ ആ പടങ്ങളൊക്കെ വെച്ചിട്ട് വേണ്ട നിങ്ങൾ ലോകേഷിനെ വിലയിരുത്താൻ വേണ്ടിട്ട്. അല്ലാണ്ട് ഒരു പടം ഇങ്ങനെ ആയിപ്പോയി കഴിച്ചിട്ട് ലോകേഷിനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ലോകേഷിന്റെ ഫിലിം ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് മാനഗരം തൊട്ട് കൂലി വരാം. അപ്പൊ മാനഗരം, മാസ്റ്റർ, കൂലി ഇത് മൂന്നും ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. അപ്പൊ മാനഗരം എന്നുള്ളത് അറിയാലോ, എല്ലാരും കണ്ടിട്ടുണ്ടാവും, കിടിലൻ പടമാണ്. അത് ലോകേഷിന്റെ ഫസ്റ്റ് മൂവിയാന്നുള്ളത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും കിള്ളനായിട്ട്, അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, അത്രയും എന്താ പറയാ കൺഫ്യൂഷൻസ് ഉള്ള സ്ക്രിപ്റ്റ് ഭയങ്കര ഡീറ്റെയിലോടുകൂടി ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്തൊരു വ്യക്തിയാണ് ലോകേഷ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റാൻഡ് അലോൺ മൂവി എന്നുള്ളത് മാസ്റ്ററാണ്. മാസ്റ്ററും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ ക്യാരക്ടർ, അതിലുള്ള ക്യാരക്ടേഴ്സ് JD ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിജയ് സേതുപതി ക്യാരക്ടർ ആയിക്കോട്ടെ, കിഡിലനായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ പടം അത്രയും ഹെവി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ അതിൽ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ വന്ന സ്റ്റാൻഡ് അലോൺ മൂവിയാണ് ഈ രജനീകാന്തിന്റെ ഇപ്പൊ ഇറങ്ങിയ കൂലി. കൂലിയിലേക്ക് വരുമ്പോ കൂലി ഓക്കെ, ഫിലിം വൈസ് നോക്കുമ്പോ എനിക്ക് കൂലിയാണ് മാനഗരം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് മാസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂലിയാണ് ഇച്ചിരി കൂടി സിനിമയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ക്യാരക്ടർ വൈസ് നോക്കുമ്പോ ഒന്നുമില്ല അതില് പ്രസന്റ് ചെയ്ത രീതിയുള്ള ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറും അതിലില്ല, അല്ലെങ്കിൽ അതിലൊരു സീൻ പോലും ഇല്ല. ഫ്ലാഷ് ബാക്ക് സീൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പ്രീവിയസ്ലി പല പടങ്ങളിലും കണ്ടിട്ടുണ്ട്. രജനീകാന്തിന്റെ ഭാഷയെ കണ്ട അതേ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ തന്നെയാണ് കൂലിയിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് കൂലിനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു ആവറേജ് പടം കൂലിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് വേറെ രജനീകാന്തിന്റെ ഫിലിംസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ, ഇപ്പൊ വേട്ടയനാണെന്നുണ്ടെങ്കിലും വല്ല ദർബാർ അങ്ങനത്തെ സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് കൂലി. ലോകേഷിന്റെ ലിസ്റ്റിലേക്ക് വരുമ്പോ ലാസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അത് ലോകേഷിന്റെ ഓക്കെ കരിയർ വൈസ് നോക്കുമ്പോ പുള്ളി ചിലപ്പോ ഒരു ഡൗൺ ഉണ്ടാവും, അതാണ് കൂലി. അത് വെച്ചിട്ട് ലോകേഷ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഡയറക്ടറാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല വേറൊരു ഡയറക്ടർ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുള്ളിയുടെ അത്ര ഹിറ്റായ വേറെ സിനിമകളുണ്ട്. കൈദി പോലത്തെ ഒരു പടമൊക്കെ പുള്ളി LCയിലേക്ക് വന്നാണെന്നുണ്ടെങ്കിൽ, കൈദി പോലത്തെ ഒരു പടം, അങ്ങനത്തെ ഒരു പടം വേറൊരു ഡയറക്ടർ ചെയ്യോ എന്നുള്ളതൊക്കെ ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിവേഴ്സ് സെറ്റ് ചെയ്യുക, പ്രീക്വല് സീക്വലൊക്കെ സെറ്റ് ചെയ്യുക. കൈദിയിലെ ക്യാരക്ടർ, കാർത്തിയുടെ ക്യാരക്ടർ ഒന്നും ഒരിക്കലും എന്താ പറയാ, നമുക്ക് ഓർമ്മ ശക്തി എടുത്തോളം കാലം കാർത്തിയുടെ ആ ഒരു ക്യാരക്ടർ ഒന്നും ആരും മറക്കാൻ പോലുള്ള. പിന്നെ കാർത്തിനെ പ്രസന്റ് ചെയ്തേക്കുന്ന രീതി, കാർത്തിയുടെ ഡയലോഗ്, ഈവൻ കാർത്തിക ലോറി എന്ന് പറയുന്ന ഡയലോഗ്, 10 വർഷം ഞാൻ ഉള്ളിലായിരുന്നു, ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നുള്ള നരേനോട് പറയുന്ന ഡയലോഗ്, ഞാൻ അത് ആ ലോറിയിൽ നിന്ന് ഇറങ്ങിയുള്ള ചാട്ടം, വലകളൊക്കെ പറയുന്നത്, പിന്നെ കമ്മലിന്റെ സീൻ, ലാസ്റ്റ് കൊച്ചിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ ആ കൊച്ചിനായിട്ട് ആ ക്ലൈമാക്സ് സീൻ, പിന്നെ ബിരിയാണി സീനൊന്നും ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല. അപ്പോഴുള്ള ആ BGM, ബിരിയാണി മുമ്പുള്ള BGM ഒക്കെ നമുക്ക് ഓൾവേസ് ബിരിയാണി ആ ഒരു പാത്രമൊക്കെ തുറക്കണ സീനെ കാണുമ്പോ ആ BGM ഓർമ്മ വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പടമാണ് കൈദി. പിന്നെ പറയാനില്ലല്ലോ, മറ്റേ ഗണ്ണ് വെച്ച് പൊട്ടിക്കുന്ന സീനൊക്കെ, അതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഒരിക്കലും ലോകേഷ് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ LCയിൽ രണ്ടാമത്തെ പടം വിക്രം ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ ഫുൾ എന്ന് പറയാ ഫുൾ എക്സ്പ്ലോഷൻസ് ആണ് വിക്രമില്. അങ്ങനത്തെ ഒരു ഫാൻ ബോയ് സംഭവം വേറെ ആരും ചെയ്യുന്നത് ഡൗട്ട് തന്നെയാണ്. അത് പിന്നെ LC കണക്ഷൻ, കാർത്തിയുടെ സൗണ്ട് വെച്ച്, അല്ലെങ്കിൽ കാർത്തിയുടെ ഒരു സീൻ, ജസ്റ്റ് ആ ലോറി ഓടിക്കുന്ന സീൻ വെച്ചിട്ട് അതിലൊക്കെ കിട്ടിയ കയ്യടി കാർത്തിനെ കാണിച്ചിട്ടും കൂടിയില്ല. അപ്പൊ ആ കൈദി എന്നുള്ള പടത്തിന്റെ അത്ര പവറാണ് വിക്രം ആ പടത്തിൽ വന്നേക്കണത്. അപ്പൊ അത്ര പഞ്ചുണ്ട് കാർത്തിയുടെ ക്യാരക്ടറിന്, അതാണ് കിഡിലനായിട്ടുള്ള ആ ഒരു മൂവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേനും സൂര്യയുടെ റോള്, പക്ഷെ എന്റെ പൊന്നോ, അതിനെ വെട്ടാൻ ഇനി ഒരു വില്ലന്റെ റോളൊക്കെ ലോകേഷ്, ഇപ്പൊ തമാശക്ക് എല്ലാരും പറയും ലോകേഷിനെ കൊണ്ട് ഇനി അങ്ങനത്തെ റോള് ചെയ്യുക. അതൊരു ലോകേഷിനെ കളിയാക്കിയിട്ടല്ല ഞാൻ പറയണത്.
ഇനി അതിനും മേപ്പോട്ട് ഒരു വില്ലൻ ഇല്ല. അത് ലോകേഷിനെ പറഞ്ഞ കാര്യമാണ്. റോളക്സ് ആണ് LCU ഏറ്റവും വലിയ വില്ലൻ. അപ്പൊ അങ്ങനത്തെ ഒരു വില്ലനെ പ്രസന്റ് ചെയ്ത ഒരാള്. പിന്നെ കമ്മിങ് ടു ലിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടം വേറെ ഇല്ല എന്ന് പറയാം. മീൻസ് ലോകേഷിന്റെ കരിയറിൽ ലിയോ എല്ലാവരും തന്നെ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു പടമായിരിക്കും ലിയോ എന്നുള്ളത്. ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ പിള്ളേരാണെങ്കിലും ലിയോ വെച്ച് കാണും. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് സെക്കൻഡ് ഹാഫ് ഒട്ടും വർക്ക്ഔട്ട് ആയിരുന്നു ലിയോയിൽ. വിക്രം കൈദിയും പോലല്ല ലിയോ വരുമ്പോഴത്തേനും ഫസ്റ്റ് ഹാഫ് ഇവിടെ നെരിപ്പ് പടം കൊടുത്തിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ ഇച്ചിരി പടം ഡൗൺഫോളിലേക്കാണ് പോണത്. ബട്ട് ഫ്ലാഷ് ബാക്ക് മാത്രമാണ് ഇത്തിരി ഡൗൺഫോളിലേക്ക് പോയത്. അത് കഴിഞ്ഞ് ക്ലൈമാക്സ് ഒക്കെ പിന്നെ പടം പിക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ആ പാർത്ഥിപന്റെ ക്യാരക്ടറിന്റെ പവർ ഇതുവരെ ഈ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാതിരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് നോർമൽ ഒരു ഓഡിയൻസ് ചിലപ്പോ പാർത്ഥിപൻ എന്നുള്ള ഫാമിലി മാനായിട്ട് അത്ര കാണുന്നത്. അയാളെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും റോളക്സിനേലും കിഡിലും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പാർത്ഥിപൻ. പാർത്ഥിപൻ ഇൻ ദ സെൻസ് ലിയോ എന്നുള്ള ആളുടെ പേര് പറഞ്ഞു വിജയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ പാർത്ഥിപന്റെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ജീവനോട് വിട്ടിട്ടില്ല ചെയ്തു വരാം. അങ്ങനെ ഇരിക്കെ കമലഹാസനാണ് വിജയനെ വിളിച്ചിട്ട് ലിയോ എന്ന് പറയുന്നത്. അപ്പൊ കമലഹാസന്റെ അവസ്ഥ എന്തായിരിക്കും? കമലഹാസന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മിക്കവാറും പാർത്ഥിപൻ എന്നുള്ള ക്യാരക്ടർ. പിന്നെ അയാളുടെ ഫാമിലിനെ സേഫ് ഗാർഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഫാമിലിയാണ് മുൻതൂക്കം കൊടുത്ത് ഇപ്പൊ അയാൾ ജീവിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെങ്ങനെ അയാൾ ഓവർകം ചെയ്യും എന്നുള്ളതൊക്കെ ഇനി അടുത്ത പടം വരുമ്പോൾ വിജയ് അഭിനയിക്കുന്നതിനെങ്കിലും പറയാൻ പറ്റും. പക്ഷെ വിജയിന്റെ ക്യാരക്ടർ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ LCUല് ഇതുവരെ ഇല്ലാന്ന് തന്നെ പറയാം. കാരണം റോളക്സിന് 10 മിനിറ്റ് സീനെ കാണിച്ചിട്ടുള്ളൂ. വിജയുടെ എൻ്റയർ കരിയർ കാണിച്ചത്. അതായത് ലിയോ എന്നുള്ളതിന്റെ ലിയോ എന്താണ്, ലിയോ ഇപ്പൊ എന്താണ്, ലിയോ ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ലിയോനെ കൊണ്ട് ഒരു പൺമാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും വരെ ലോകേഷ് പ്രസന്റ് ചെയ്തു. അപ്പൊ ഇത് നോക്കുമ്പോ എല്ലാം ഓരോരോ സിനിമയാണ് LCU പാട്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കിഡിലൻ ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ഇത്രയും കിഡിലനായിട്ട് പ്രസന്റ് ചെയ്തേക്കുന്ന ഒരു ഡയറക്ടർ ഇത്രയും സിനിമകൾ കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ നെൽസൺ ആയിക്കോട്ടെ, നെൽസൺ ജയിലറില് 3 സ്റ്റേറ്റിൽ നിന്നുള്ള സൂപ്പർ സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ടാണ് നെൽസൺ ആ ജയിലറിന് അത്ര പഞ്ച് കൊടുത്തത്. രജനികാന്ത് ഒറ്റക്ക് ഫസ്റ്റ് ഹാഫ് ആണ് രജനികാന്ത് ആ പടം കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ആ പടം പോണത്. ഈവൻ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു പഞ്ച് കിട്ടുന്നത് ആ 2 പേരും വരുമ്പോൾ ആ 2 സൂപ്പർ സ്റ്റാർസ് കൂടി വരുമ്പോഴാണ്. നമ്മുടെ ലാലേട്ടനും പിന്നെ അപ്പുറത്തെ സൈഡിലെ ആളും അങ്ങനെ വരുമ്പോഴാണ് ആ പടം അത്ര പഞ്ച്. പക്ഷെ ഈ ലിയോ എന്നൊക്കെ പറഞ്ഞാൽ വിജയ് ഒറ്റക്ക് ആ ക്യാരക്ടർ ആ പടം കൊണ്ടുപോയി. കൈദിയാണെന്നുണ്ടെങ്കിലും കാർത്തി ഒറ്റക്ക് കൊണ്ടുപോയതാണ്. വിക്രമില് സന്തനമുണ്ട്, ഫഹദ് ഫാസിൽ ഉണ്ട്, ഓക്കെ. ബട്ട് സ്റ്റിൽ ആ കമലഹാസന്റെ ക്യാരക്ടറാണ് ഫുൾ ആ പടം ഷോട്ട് വെച്ചോണ്ടോണം. അപ്പൊ ഇത്രയും എന്താ പറയാ ഡീറ്റെയിലിങ്ങോടുകൂടി ഇത്രയും കിഡിലിനായിട്ട് ഫിലിം പ്രസന്റ് ആണ് ഒരു ഡയറക്ടറാണ് ലോകേഷ് എന്നുള്ളത്. ഒരിക്കലും ഞാൻ കുറെ വീഡിയോസ് കണ്ടു ലോകേഷിന്റെ കാലം കഴിഞ്ഞു, ലോകേഷ് ഓവർ റേറ്റഡ് ആണ്, ഇനി ലോകേഷിനെ കൊണ്ടൊന്നും പറ്റില്ല, LCUന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. ഒരു പടം കൊണ്ട് വിലയിരുത്താൻ പറ്റിയ ആ ഒരാളെന്നല്ല ലോകേഷ് എന്നുള്ളത്. അങ്ങേരുടെ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഹെവിയാണ്. അത് നിങ്ങൾ അടുത്ത പടത്തിൽ അത് നിങ്ങൾ ഈ പറഞ്ഞവർക്ക് തന്നെ മനസ്സിലാവും, ഈ പറഞ്ഞവരെന്നെ മാറ്റി പറയുകയും ചെയ്യും. അപ്പൊ ഇതെന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം, ഇല്ലാന്ന് പറയാനുള്ള. പക്ഷെ ലോകേഷിന്റെ കാലം കഴിഞ്ഞു ഈ ഒരു സിനിമ കൊണ്ട് മാത്രം ആയിരിക്കും പറയാൻ പറ്റില്ല. ആളുടെ പഴയ പടങ്ങൾ കാണാം, ഇനിയും ആളുടെ പടങ്ങൾ വരാണ്ട്, ഇനിയും ആൾക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. അപ്പൊ ലോകേഷിന് ഫുൾ സപ്പോർട്ട്. ലോകേഷിന് അങ്ങനെ പറഞ്ഞവരോടൊക്കെ എനിക്ക് വെറും പുച്ഛം മാത്രം. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ബൈ.